ഹായ് കൂട്ടുകാരി, നമസ്കാരം. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചിക്കൻ കറിയാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ബ്ലഡൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതിൽ ഇത്രയും ചിക്കൻ എനിക്ക് ആവശ്യമില്ല. കുട്ടികൾ ഞാനും മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രീസറിൽ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തു. ഇതിനകത്തിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എന്നിവയെല്ലാം കൂടെ വൃത്തിയാക്കി കഴുകി മാറ്റിയിരിക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ചിക്കൻ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ചിക്കനാണോ, ഇത്രയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ്. എനിക്കിച്ചിരി ഗ്രേവി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇതിനകത്ത് മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. ഇതേ തന്നെ സെയിം ഇതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് മറ്റേ ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് വരുന്നത് രമ്പയില കിട്ടുമെങ്കിൽ രമ്പയിലയും കൂടെ ഇടുക. അത് ഫ്രൈ ചെയ്ത് ഞാൻ കറിവേപ്പില ഇടുന്ന സമയത്ത് രമ്പയിലയും കൂടെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് കിട്ടിയില്ല രമ്പയില. പിന്നെ നമ്മൾ സവാള ഗിരി ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ഉള്ളി വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക. എനിക്ക് ഇച്ചിരി മുഴുത്ത ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് രണ്ടായിട്ട് കട്ട് ചെയ്യണത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി, ഒരു മുഴുത്ത തക്കാളി, സവാള, ഇതിൻ്റെ പേരെന്താ, പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്താലോ, കുറച്ച് എണ്ണ, അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില. ഈ എണ്ണ ബാക്കി കുറച്ച് വന്നായിരുന്നു, അങ്ങനെ ഉപയോഗിക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആ എണ്ണ നമ്മൾ ചിക്കൻ കറിയിലോട്ട് ഇപ്പം തന്നെ വെച്ചതോടെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, മാറ്റി വെച്ചു. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് താഴെ നമ്മളെ വിറകടുപ്പിലോട്ട് പോകാം. വിറകടുപ്പ് വെക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. വെട്ടമുണ്ട്, പിന്നെ ഇളക്കാനൊക്കെ അവിടെ തന്നെ ഇരുന്നോളും ചട്ടി. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പിട്ട് അടച്ച് വെച്ച് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങൾ വയ്ക്കണേന്ന് പറഞ്ഞുകൂടാ. ഇതിനകത്ത് എനിക്കൊരു കുറവ് തോന്നിയത് കറി കൂട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി ഇഞ്ചിയുടെ കുറച്ച് കുറവായിട്ട് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് സവാളയും കൂടി ഇട്ട് അടച്ച് വയ്ക്കുക. വേണ്ടി വരുന്ന നേരം കൊണ്ട് ഞാനിത് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവയും ഇതും കൊണ്ട് തട്ടി കൊടുക്കുക. നല്ല വഴണ്ടി വന്ന ശേഷമാണ് ഇട്ടത്. പിന്നെ തക്കാളി മുന്നേ വേണമെങ്കിൽ ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചേർത്ത ശേഷം ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാൽ ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ മസാല എല്ലാം കൂടെ, അതൊരുമാതിരി അലിന്ന് ഇരിക്കും. അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് അടച്ച് വെച്ചേക്കുക. ഒരു 10 മിനിറ്റത്തോളം ഇടയ്ക്ക് ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഈ പരുവത്തിൽ കിട്ടും. ഇനി ഞാൻ തിളച്ച വെള്ളം നിറച്ച് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ എങ്ങോട്ട് പോയോ എൻ്റെ വീഡിയോ കാണുന്നില്ല. കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലോട്ട് കണ്ടോ, ഇതിങ്ങനെ വറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ നിർത്തി. ഇതിനകത്ത് ഞാൻ ഇനി എക്സ്ട്രാ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് അടച്ച് വെച്ചായിരുന്നു. മല്ലിയിലയ്ക്ക് അപ്പോൾ കുട്ടികളെ കഴിച്ച് നോക്കിയപ്പോൾ മൂത്തയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. ചിക്കൻ ഫ്രൈ അവന് കറി ഇച്ചിരി നെരിവ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഫ്രൈ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കടയിലുണ്ടാക്കുമ്പോൾ ഇളയക്ക് ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചവച്ച് കഴിച്ചിറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവൻ കുറച്ച് എന്നാലും കഴിക്കും. ചിക്കൻ എപ്പോഴും പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ചാലോ. നാരങ്ങയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. കുറച്ച് ചിക്കൻ കറി, കുറച്ച് ചിക്കൻ പീസ് ഇങ്ങനെ എടുത്ത് മാറ്റുക. ഫ്രൈ ചെയ്തതിൻ്റെതും കറി വെച്ചതിൻ്റെയും അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് വായിലോട്ട് വെച്ച് കഴിയും. എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ വെറും ചിക്കൻ കറിയോ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. ഒന്നീ രസം വേണം, അല്ലെങ്കിൽ നാരങ്ങ വേണം. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കി ഇങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ഇടണം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.